രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കമൽഹാസനാണ് ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്തത്. താൻ സ്വന്തം പ്രയത്നത്താൽ ഉയർന്നു വന്ന ആളല്ലെന്നും പാർട്ടിയുടെ ഉൽപ്പന്നമാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അഴിമതി ഇല്ലാത്ത ഭരണാധികാരികളാണ് ഭരണത്തിൽ തുടരേണ്ടതെന്ന് നടൻ കമൽഹാസനും പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയുടെ ജീവിതവും ഭരണനേട്ടങ്ങളും ഉൾപ്പെടുത്തിയാണ് ഒരു ഗാനം ഉൾപ്പെടെ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. ചലച്ചിത്രതാരം കമൽഹാസൻ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. പകരക്കാരനില്ലാത്ത മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു നേതാവിന് ജന്മം നൽകിയത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്. പകരക്കാരനില്ലാത്ത ഒരേ ഒരു നേതാവ്, സഖാവ് പിണറായി വിജയൻ. ഡോക്യുമെന്ററി തയ്യാറാക്കിയവർ ഇനി എന്തൊക്കെ പഴി കേൾക്കേണ്ടി വരുമെന്നാണ് താൻ ആലോചിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ നാട്ടില് ചില വ്യാഖ്യാനപ്പെടുത്തൽ ഇത്തരം കാര്യങ്ങളെ വലിയ തോതിൽ വക്രീകരിക്കാൻ ശ്രമിക്കും. ഞാനെന്ന വ്യക്തി എൻ്റെതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നതല്ല. എൻ്റെ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ. മുഖ്യമന്ത്രിയെ പോലെയുള്ളവരുടെ നേതൃത്വം തുടരണമെന്ന് കമൽഹാസൻ അഭിപ്രായപ്പെട്ടു. കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ചാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ആഘോഷത്തിൽ പങ്കുചേർന്നത്. മന്ത്രി വി ശിവൻകുട്ടി, എ റഹീം MP തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.